ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രിക്കൊക്കെ ഒന്ന് വന്നാണ്. ഞാൻ വെറുതെ ഇറങ്ങിയത് അപ്പോൾ ഒരു കണ്ടന്റാക്കാന്ന് വെച്ചു. അത് തന്നെയാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾ കാട്ടിത്തരാം. പയ്യോടാ, ഇതാണ് ഞങ്ങളുടെ പൂരത്തിന് തെയ്യത്തിനും സാധനങ്ങളൊക്കെ ഒരുക്കുന്ന സ്ഥലം. ഇതൊരു മടയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പോൾ അതെ എന്തൊക്കെയാണ് സ്ഥലം. ഇനി വാ, ഞങ്ങൾ അടുത്ത സ്ഥലം കാട്ടിത്തരാം. പയ്യോ, നമ്മളിങ്ങനെ പോയോണ്ട് കേട്ടാ. ഞങ്ങപ്പോൾ അടുത്ത സ്പോട്ടിലെത്തിയിട്ട് കാട്ടാം. ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്കൊരു സാധനം കണ്ടു. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വരാറുണ്ടോ എന്ന് പറയണം. ഇതേ ഞങ്ങളുടെ നാട്ടിലിങ്ങനെ തിരിവെള്ളം വരാറുണ്ട് കേട്ടോ. തിരിവെള്ളം ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ പോണ വഴിക്ക് നമ്മ ആവും ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ തിരിവെള്ളം പോയോണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ നിറച്ച് വാഴത്തോട്ടാണ്. നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. കാലെടുക്കണം നമുക്ക്. ഇവിടെയൊക്കെയാണ്. ഇവിടെ ഒരു ആനനെ കെട്ടാറുണ്ട് പൂരത്തിന്. പിന്നെ ഞങ്ങളത് കാല് കഴുകി. നല്ല അടിപൊളി തണുത്ത വെള്ളമാണ്. ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കട്ടെ ഗായ്സ്. അപ്പം നിങ്ങൾ ഞങ്ങളവിടെ എത്തുമ്പോഴേനും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഗായ്സ് അപ്പം ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്പോട്ട് കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. ഞങ്ങൾ ഇവിടെ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ ഇക്കൊല്ലത്തെ പൂരത്തിന് ആനനെ കിട്ടിയത്. ഈ പറമ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ കാട്ടുതരാം ഗൈസ്. ഇതാ സ്ഥലം കണ്ടോ. അവിടെയാണ് ഞങ്ങളുടെ തൃക്കടവ് ശിവരാജനെ കിട്ടിയത്. പിന്നെ അവിടെയാണ് ചെറുപ്പുളിശേഖരനെ കിട്ടിയത്. അങ്ങനെ പോയോണ്ടിരിക്കാൻ ഞങ്ങൾ വെറുതെ ഐഡിങ് ഇറങ്ങിയതാണ്. സൈക്കിൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടി അതാണ് സൈക്കിൾ കാരണം. വല്ല കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. അപ്പോൾ നിങ്ങളവിടെ നിന്ന് ഇവിടെ വരെ എത്തുമ്പോൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് പറയണം. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അത് ഞങ്ങൾ അങ്ങനെ പോയോണ്ടിരിക്കുക. ഗൈസ് ഇതുണ്ടോ, ഇതൊക്കെയാണ് സ്ഥലങ്ങൾ കേട്ടോ. ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകാൻ വഴി നല്ല രസമാണ് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്തൊരു എൻ്റെ മാമൻ നാളെ വേറൊരു അടിപൊളി വ്ളോഗ് ഇടും. അതിൻ്റെ ഞാൻ ഇട്ട് കാട്ടിത്തരാം. അങ്ങനെ പോയോണ്ടിരിക്കട്ടെ ഗൈസ്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് വിളിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു വ്ളോഗ് ഇട്ട് അതിൻ്റെ പറമ്പൊക്കെ കാട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പൊളിഞ്ഞ വീടെന്ന്. ആ വീടാണ് ഗൈസ്. ഇത് ആരുമില്ല. പക്ഷേ ഇവിടെ വന്നാലും പേടിക്കണം. ഇവിടെ പട്ടികളൊക്കെ എടുക്കും, പാമ്പൊക്കെ എടുക്കാറുണ്ട്. ഞാൻ ആ വീടിട്ടാ. അങ്ങനെ ഞങ്ങളുടെ അന്തോണി അപ്പാപ്പൻ്റെ വീടെന്ന് പറഞ്ഞത്. അതേപോലെ നല്ല അപ്പാപ്പനാണ്. ഞങ്ങൾക്ക് നല്ല സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഇങ്ങനെ പോയോണ്ടിരിക്കാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറായി. നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടെത്താറായി. ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള അച്ഛൻ്റെ വീട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അപ്പോൾ അച്ഛൻ മരിച്ചുപോയി. വിഷമമായ കാര്യമാണ്. ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. നന്ദി. ഋഷികേഷിൻ്റെ അപ്പം മാരിനമ്മൻ സൈനിങ്.